അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം, നീണ്ട ഇടവേളയല്ലോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പടം ഗരുഡനായിരുന്നു, സുരേഷ് ഗോപിയുടെ. അപ്പോൾ ഗരുഡന് ശേഷം സുരേഷ് ഗോപിയുടെ പുതിയ പടം വരികയാണ് JSK, അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ പടം കുറച്ച് സമയമായി ഈ സിനിമ അനൗൺസ് ചെയ്തതും. പുള്ളി ജയിച്ചതിന് ശേഷം ഇടയ്ക്ക് രാജിവെക്കാനൊക്കെ പോയില്ല, കുറേ പടം കമ്മിറ്റ് എന്ന് പറഞ്ഞു, ആ കൂട്ടത്തിലുള്ളതാണ്. അതെ, ആ സമയത്തുള്ള. സോ അപ്പോൾ അതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമ എനിക്ക് തോന്നുന്നു ഈ മാസമാണ് റിലീസ് ഈ പടം എന്നാണ് ഈ മാസത്തെ റിലീസുകളുടെ കൂട്ടത്തിൽ ഈ പടവും പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. 7 ദിവസം മുമ്പ് മോഷൻ പോസ്റ്റർ അപ്പോൾ ഉടനെ തന്നെ റിലീസ് ഉണ്ട്. ഈ മാസം അവസാനം എന്തോ ആണെന്ന് തോന്നുന്നു റിലീസ്. സോ നമുക്ക് അതിൻ്റെ ടീസർ, JSKയുടെ ടീസർ. ഒരു വിഷ്വൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് നമ്മളോട് പുതിയൊരു കാര്യം പറയും. സിനിമ 2 തവണ കാണാനാണോ പറയുന്നത്? 250 പറയാം. അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. അനുപമ പരമേശ്വരനും ഉണ്ടല്ലേ, പുള്ളിക്കാരി കുറേ നാളായില്ലേ വന്നിട്ട് മലയാളത്തിൽ. ഇടയ്ക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അതാണ് Truth shall always prevail. പക്ഷേ താന്തോന്നിയോട് അണ്ണൻ്റെ ഒരു താന്തോന്നിയാണെന്നാണ് പറയുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്. 20 ജൂൺ 20 ചിന്താമണി കൊലക്കേസിന് ശേഷം വീണ്ടും റെഫറൻസ് കൊടുക്കണമല്ലോ മറ്റേ അവസാനമൊക്കെ ഇട്ട്. LK ലൈസൻസ് ടു കിൽ അവസാനമൊക്കെ. JSK അതെ. ഇത് മറ്റേ കോർട്ട് റൂം ഡ്രാമ ആണ് സംഭവം. പിന്നെ കുറച്ച് നാളായി ഇങ്ങനെ പുള്ളിയുടെ തട്ടകമാണ്. അതെ, പുള്ളിക്ക് മറ്റേ നല്ല ഡയലോഗ് പറയാനുള്ള സ്കോപ്പുള്ള സാധനം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ആ വൈബിൽ പരിപാടി അടിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് മറ്റേ അങ്ങനെ പഞ്ച് ഡയലോഗ് ടൈപ്പ് സാധനം എനിക്ക് പെട്ടെന്ന് ഇപ്പം നമുക്ക് ലാസ്റ്റ് വന്ന നമ്മുടെ ഒരു നല്ല കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുന്നത് നേരായിരുന്നു. ഞാൻ കണ്ടില്ല. നേര് നല്ല സിനിമയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയത്ത് കോർട്ട് റൂം ഡ്രാമയുടെ അയ്യര് കളിയായിരുന്നു മലയാളത്തിൽ. അത് കഴിഞ്ഞിട്ട് നേര് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്ര മെയിൻ പടങ്ങളൊന്നും വന്നില്ല ഈ കോർട്ട് റൂം ഡ്രാമ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം. റിയൽ ലൈഫ് സ്റ്റോറി അറിയില്ല എന്താ പരിപാടിയെന്ന്, ഒരു പിടുത്തമില്ല ഇതിനെപ്പറ്റി. ടീസർ വന്നു, നമ്മൾ കാണുന്നു, റിയാക്ട് ചെയ്യുന്നു. ഇനി ട്രെയിലർ ഇറക്കും. ഇന്ന് 4. അപ്പം ട്രെയിലർ ഉണ്ടാവും ഉടനെ തന്നെ. ഇപ്പം അടുത്ത ആഴ്ച ട്രെയിലർ ഉണ്ടാവും. അതൊരു വെൽ മെയ്ഡ് പടത്തിൻ്റെ ഒരു ഫീലുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടുണ്ട്, കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെഡ്യൂളൊക്കെ ഒരുപാട് ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കും തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇതേ ഉള്ളൂ എനിക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ള പേരാണ്. അതുകൊണ്ടാണ് ഷോർട്ടാക്കി JSK എന്ന്. ഇപ്പോൾ JSK എന്നുള്ള പേരിൽ ഇത് തമിഴ്, തെലുങ്ക്, ഹിന്ദിയിലെല്ലാം ഉണ്ട്, എല്ലാ ലാംഗ്വേജിലും പറയുന്നുണ്ട്. അപ്പോൾ JSK എന്ന് അറിയാലോ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് വെക്കണ്ട. ഇതിപ്പോൾ JSK എന്നുള്ള ലൈനിൽ. പിന്നെ കോർട്ട് റൂം ഡ്രാമയുടെ പ്രത്യേകത അതിന് മറ്റേ ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല. ഇതിപ്പോൾ കോർട്ട് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതെല്ലായിടത്തും അതിനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പോകുമല്ലോ. സോ ഒരു വിഷ്വല് മൾട്ടിപ്പിൾ തവണ കണ്ടാൽ അത് പടത്തിനെ ഉദ്ദേശിച്ചാണെന്ന് തോന്നും. മൾട്ടിപ്പിൾ തവണ കണ്ടാൽ നമ്മൾ പുതിയ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ള ലൈൻ. അത് സിനിമ അങ്ങനെ 2-3 വട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മോർ ഡീറ്റെയിൽ കിട്ടും എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിലോ. എന്തായാലും 20 കാണാം. 20 പടം വരട്ടെ. ഈ മാസം അത്യാവശ്യം നല്ല കുറേ പടങ്ങളുണ്ട്.